Hi, I am Roger Seuss, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2025 കേരളത്തിൽ എഞ്ചിനീയറിംഗിൻ്റെ വിവിധ കോഴ്സുകളിലേക്ക് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന 150ഓളം ഗവൺമെൻറ് സെക്ടറിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെയും ഗവൺമെൻറ് കൺട്രോൾഡ് ക്യാമ്പസുകളുടെയും എഞ്ചിനീയറിംഗിൻ്റെ ടോട്ടൽ സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള KEAM 2025ൻ്റെ ഡേറ്റും ടൈമും ഡിക്ലെയർ ചെയ്തു. ഏപ്രിൽ 24 മുതൽ 28 വരെയാണ് ഓൺലൈനായി എക്സാമിനേഷൻ നടക്കുക. ഈ 5 ഡേയ്സിനും ബിഫോറും ആഫ്റ്ററുമുള്ള 4 ഡേയ്സ് ബഫർ ഡേറ്റ്സുകളായും എൻട്രൻസ് കമ്മീഷണർ ഡിക്ലെയർ ചെയ്തു. ദാറ്റ് മീൻസ് 24നും 28നും ഇൻ ബിറ്റ്വീൻ ഓൺലൈനായി എക്സാമിനേഷൻ നടക്കും. ഇൻ കേസ് ഡേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ 2025ലെ KEAM എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്കും B.Pharm സെക്ടറിലേക്കും ആർക്കിടെക്റ്റ് കോഴ്സിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള KEAM എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ ഏപ്രിൽ 22നും 30നും ഇൻ ബിറ്റ്വീൻ നടക്കുമെന്നുള്ള ഡേറ്റ് ആണ് കേരള എൻട്രൻസ് കമ്മീഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം 3 hours ഓൺലൈൻ എക്സാമിനേഷനായ KEAM എക്സാമിനേഷൻ എല്ലാ ദിവസവും ആഫ്റ്റർനൂൺ സെക്ഷനിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക. 2 മണി മുതൽ 5 മണി വരെയുള്ള 3 മണിക്കൂറിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റിൻ്റെ എക്സാമിനേഷനാണ് എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് വരിക. ഇതിൽ തന്നെ B.Pharm കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയും മാത്രം വരുന്ന പോർഷൻസിൻ്റെ എക്സാമിനേഷനായിരിക്കും ഒരു വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ആർക്കിടെക്റ്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ആർക്കിടെക്റ്റിൻ്റെ എക്സാമിനേഷനും ഈ സെയിം ഡേറ്റിൽ എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യണം. ഈ KEAM എഞ്ചിനീയറിംഗ്, B.Pharm ആർക്കിടെക്റ്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ട ആപ്ലിക്കേഷൻ ഇതുവരെ വിളിച്ചിട്ടില്ല. 2025ലെ എൻട്രൻസ് എക്സാമിനേഷനുകളിൽ 42ഓളം എക്സാമിനേഷനുകളാണ് ഒരു വിദ്യാർത്ഥിയെ കാത്തിരിക്കുന്നത്. ആ എക്സാമിനേഷനുകളിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് JEE മെയിൻസ് എക്സാമിനേഷന് മാത്രം. JEE മെയിൻസ് എക്സാമിനേഷന് ഈ നവംബർ 22ന് മുമ്പായി വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. JEE മെയിൻസിലൂടെ അഡ്മിഷൻ ലഭിക്കുന്നത് NITകളും IIITകളും IITകളും GIFTസും ഒക്കെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളുണ്ട്. JEE മെയിൻസ് എക്സാമിനേഷനും JEE അഡ്വാൻസ് എക്സാമിനേഷനും വഴിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറിലൂടെയാണ് ഈ ക്യാമ്പസുകളിലേക്കെല്ലാം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന 150ഓളം ക്യാമ്പസുകളിലേക്ക് എഞ്ചിനീയറിംഗ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ക്യാമ്പസുകളിലേക്കുമൊക്കെ അഡ്മിഷൻ ലഭിക്കാനുള്ള 2025ലെ എക്സാമിനേഷന് വേണ്ടി വിദ്യാർത്ഥികൾ ഡേറ്റ് നോട്ട് ചെയ്ത് വെച്ച് ഇപ്പം മുതൽ പഠനം സീരിയസ് ആക്കുക. 11ലെയും 12ലെയും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നന്നായി പഠിക്കുക, നന്നായി മോഡൽ എക്സാമിനേഷൻ എഴുതുക, സെൽഫ് അനലൈസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല വിജയം നേടാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനും നിങ്ങളെ വിജയത്തിലേക്ക് കൈപ്പിടിച്ച് നടത്താൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.